Hello friends, welcome to Resolute Academy. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സിലോയിസം ചാപ്റ്ററിൻ്റെ ഓൺലി എ ഫ്യൂ കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ ഡെഫിനറ്റ് കൺക്ലൂഷൻസ് നോക്കിയിട്ടുണ്ട്, പോസിബിലിറ്റി കേസസ് നോക്കിയിട്ടുണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ ബിഫോർ യു വാച്ച് ദിസ് വീഡിയോ ഗോ ത്രൂ ഓൾ ദ ഏർലിയർ വീഡിയോസ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് ബെറ്റർ. അതർവൈസ് ഒരു കാര്യവും മനസ്സിലാവത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദിസ് വീഡിയോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം. സോ ഓൺലി എ ഫ്യൂ. നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഓൺലി എ ഫ്യൂ എന്നുള്ള കാര്യത്തിൽ വെൻ ഐ സേ ഓൺലി എ ഫ്യൂ, അതിൽ രണ്ട് കൺസെപ്റ്റ്സ് ഇൻവോൾവ് ആണ്. ഇറ്റ് മീൻസ് സം ആസ് വെൽ ആസ് സം നോട്ട്. ഈ രണ്ട് അർത്ഥവും അതിനകത്തുണ്ട്. ഓക്കെ, ജനറലി നമ്മൾ ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരേ ഒരു അർത്ഥമാണ് സം എന്നുള്ള അർത്ഥം. ബട്ട് അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബട്ട് ഓൺലി എ ഫ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് സമ്മും സം നോട്ട് എന്നുള്ള അർത്ഥമുണ്ട്. ഇതിൻ്റെ റെലവൻസ് എന്ത് എന്നുള്ള കാര്യം ഞാൻ മുമ്പോട്ട് വീഡിയോയിൽ പറയാം. ആസ് ഓഫ് നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓൺലി എ ഫ്യൂ മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് സം ആസ് വെൽ ആസ് സം നോട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടിനെ? നമുക്ക് ഡയറക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഓൺലി എ ഫ്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, അതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഓൺലി എ ഫ്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദാറ്റ്. ഓക്കെ, നൗ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യത്തെ വീഡിയോസ് കണ്ടാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഹോൾ പാർട്ട് വൺസ് അഗൈൻ. പ്ലീസ് മേക്ക് ഷുവർ യു വാച്ച് ദ ഫസ്റ്റ് വീഡിയോ ഇറ്റ് സെൽഫ്. അതോട്ട് കണ്ടുവന്നാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. നൗ ഡയറക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് വെച്ചാൽ ഓൺലി എ ഫ്യൂ ക്യാറ്റ്സ് ആർ ഡോഗ്സ്, ഓൺലി എ ഫ്യൂ ആനിമൽസ് ആർ ഹ്യൂമൻസ് അങ്ങനെ കിടക്കുവാണെങ്കിൽ നമുക്ക് ഈ 5 കൺക്ലൂഷൻസ് മാത്രമാണ് ട്രൂ ആവാൻ സാധ്യതയുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച അപ്രോച്ച് ഒന്ന് മാറ്റി വയ്ക്കുക. ഓൺലി എ ഫ്യൂവിന് നമുക്ക് കുറച്ചുകൂടെ ഷോർട്ട് കട്ട് അപ്രോച്ചാണുള്ളത്. ഡയറക്റ്റ്ലി നമുക്ക് ആ കൺക്ലൂഷൻസ് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ അപ്രോച്ച്. ജസ്റ്റ് യു ഹാവ് ടു റിമെമ്പർ ദിസ് തിങ് ദാറ്റ് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൺലി എ ഫ്യൂ ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഓൺലി എ ഫ്യൂ വരുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 5 കൺക്ലൂഷൻസ് മാത്രമേ ട്രൂ ആവുള്ളൂ. 5 കൺക്ലൂഷൻ എന്തൊക്കെയാണ്? സമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും എ ടു ബി, ബി ടു എ, സം ബോത്ത് വേസ് ട്രൂ ആവും. ഓക്കെ, സം ബോത്ത് വേസ് ട്രൂ ആവും. ഇത് ഡെഫിനറ്റ് ആണ്. അതുപോലെ സം എ ആർ നോട്ട് ബി, ഡെഫിനറ്റ്ല് സം നോട്ടും ട്രൂ ആവും, എ ടു ബി. യെസ്. പിന്നെ 2 പോസിബിലിറ്റീസ് ഇതിൽ ട്രൂ ആവും. അതെന്തൊക്കെയാണ്? ഓളും സം നോട്ടും. പക്ഷേ അതെങ്ങനെയാണ്? റിവേഴ്സ്ഡ് ആണ്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. റിവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഓർഡർ എന്താണ്? എ ബി ആണ്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ബി എ. സോ ബി എ. സോ ബേസിക്കലി നമുക്ക് 5 കൺക്ലൂഷൻസ് ട്രൂ ആവും. അത് ഏതൊക്കെയാണ്? സമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവും. ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റിൽ വരുവാണെങ്കിൽ സമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവും. സം നോട്ട് എ ടു ബി ട്രൂ ആവും. ഇത് 3 ഡെഫിനറ്റ് കൺക്ലൂഷൻസ് ട്രൂ ആവുന്നത്. പിന്നെ ഈ 2 പോസിബിലിറ്റി കേസസും കൂടെ ട്രൂ ആവും. അതെന്തൊക്കെയാണ്? ഓളും സം നോട്ടും റിവേഴ്സ്ഡ്. ഇത്രയും കൺക്ലൂഷൻസ് മാത്രമാണ് ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ വരുവാണെങ്കിൽ ട്രൂ ആവുന്ന. വേറെ ഒരു കൺക്ലൂഷൻസും ട്രൂ ആവത്തില്ല. ഇതിനെങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പക്ഷേ അടുത്ത വീഡിയോയിലല്ല, അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദിസ്. നമുക്ക് 1 by 1 ബേസിക്കായിട്ട് അപ്രോച്ച് ചെയ്യാം. ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു സോൾവ് ദിസ്. ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് കൺക്ലൂഷൻ. ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? സി, ഓൺലി എ ഫ്യൂ കേസ് സ്റ്റേറ്റ്മെൻറ്റിലോ കൺക്ലൂഷനിലോ ഓൺലി എ ഫ്യൂ കിടക്കുമ്പോൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പ്ലീസ് മേക്ക് ഷുവർ ഓൺലി എ ഫ്യൂ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പം പറയുന്ന രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. ക്വസ്റ്റനിൽ എന്താണ് കിടക്കുന്നത്? സം ബി ആർ സി. ഈ കൺക്ലൂഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന പോലെ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണോ അതോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് യു നോ ഡയറക്റ്റ് എങ്ങനെ ഇൻഡയറക്റ്റ് എങ്ങനെയെന്ന് പറയുന്നത്. കൺക്ലൂഷനിൽ കിടക്കുന്ന 2 എലിമെൻറ്റ് മുകളിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ അതെന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. യെസ്. സോ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ കൺക്ലൂഷനിൽ കിടക്കുന്ന 2 എലിമെൻറ്റ്സും മുകളിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഇത് എന്ത് റിലേഷനാണ്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇനി ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പക്ഷെ നമ്മൾ ഈ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ടൈപ്പിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഓൺലി എ ഫ്യൂയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൺലി എ ഫ്യൂ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ കുറച്ച് മുന്നേ എന്താ പഠിച്ചത്? ഓൺലി എ ഫ്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ കൺക്ലൂഷൻ ട്രൂ ആവാം? സം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവാം. സം നോട്ട് ആണെങ്കിൽ എ ടു ബി മാത്രം ട്രൂ ആവും. ഓളും സം നോട്ടും എന്താണ്? പോസിബിലിറ്റി വരാം, പക്ഷേ എങ്ങനെ? റിവേഴ്സിൽ മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂ ആണ്. നമ്മളെ കൺക്ലൂഷൻ എന്താണ്? സം അല്ലേ?
ഡെഫിനറ്റ് സം അല്ലേ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സം എന്നുള്ള കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവുന്നല്ലേ. സോ ഇവിടെ നമുക്ക് ഓർഡർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സം എന്നുള്ള ഡെഫിനറ്റ് കൺക്ലൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഡെഫിനറ്റ്ലി ട്രൂ ആണ്. ഈസ് മൈ പോയിന്റ് ക്ലിയർ? ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് തിങ് വൺസ് അഗൈൻ. പ്ലീസ് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ വൺസ് അഗൈൻ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ്. കൺക്ലൂഷൻ നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ റിലേഷൻഷിപ്പ് നോക്ക്. ബിയും സിയും രണ്ട് മുകളിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കിടപ്പുണ്ട്. ഇനി ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കിടക്കുന്നുണ്ടതിൻ്റെ അർത്ഥം എന്താണത്, എന്താണ്? യെസ്, ഡെഫിനറ്റ്ലി ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. ഓൺലി എ ഫ്യൂയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൺലി എ ഫ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 കൺക്ലൂഷൻസ് പോസിബിൾ ആവുള്ളൂ. അത് ഏതൊക്കെയാണ്? സമ്മ്, ഓക്കെ, സം ബോത്ത് വേസ്. സം എന്ന് വരാം രണ്ട് രീതിയിലും, അങ്ങോട്ടും ഇങ്ങോട്ടും, സം ബോത്ത് വേസ്. ഓക്കെ, പിന്നെ സം നോട്ട് വരാം, ഡെഫിനറ്റ്. അതെങ്ങനെയാണ്? ഇതും ഡെഫിനറ്റ് തന്നെയാണ്, ഇതും ഡെഫിനറ്റ് തന്നെയാണ്. എ ടു ബി മാത്രം. എ ടു ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എലിമെൻറ്റ് ടു സെക്കൻഡ് എലിമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിലുള്ള. ആൻഡ് ഓളും സം നോട്ടും റിവേഴ്സ് പോസിബിലിറ്റി വരാം. ഓക്കെ, റിവേഴ്സ്ഡ് പോസിബിലിറ്റി. ഇത്രയും മാത്രം ട്രൂ ആവും. ഇവിടെ നോക്ക്, സം അല്ലേ കിടക്കുന്നത്. ആൻഡ് സം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ അല്ലേ, പിന്നെ വേറെ എന്തെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. ഐ ഹോപ്പ് മൈ പോയിന്റ് ഈസ് ആബ്സല്യൂട്ട്ലി ക്ലിയർ ടു ഓൾ ഓഫ് യു. എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു പോസ് ദ വീഡിയോ വൺസ് അഗൈൻ, ലിസൺ ടു ദിസ് തിങ്. വേണമെങ്കിൽ ബാക്കിലോട്ട് പോയിട്ട് ഒരിക്കലും കേൾക്ക്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, യു വിൽ ഗെറ്റ് എ മച്ച് മോർ ക്ലാരിറ്റി ഓൺ ദിസ്. ലെറ്റ്സ് ടേക്ക് a look at the second one. സോ ബിയും എയും റിലേഷൻഷിപ്പ് എന്താണ്? അവർ രണ്ടുപേരും ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ എക്സിസ്റ്റിംഗ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കേസ് ഓഫ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. എന്നാൽ ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂയുടെ സ്റ്റേറ്റ്മെൻറ്റ് ആണോ? ഇല്ല. അപ്പോൾ നമ്മൾ നോർമലി ആദ്യം പഠിച്ചതുപോലെ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ ചെയ്യും. ദാറ്റ്സ് ഓൾ വി നീഡ് ടു ഡു. സോ ഓളിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 100 ആണ്, ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 50 ആണ്. യെസ്, അത് കുഴപ്പമില്ലല്ലോ. ഇൻകമിനേക്കാളും എക്സ്പെൻഡിച്ചർ കുറഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേപോലെ ബിയുടെ കാര്യത്തിൽ ഇൻകം 50 ആണ്, എക്സ്പെൻഡിച്ചറും 50 ആണ്. യെസ്, സോ ദാറ്റ്സ് ഓൾസോ നോട്ട് എ പ്രോബ്ലം. ഹെൻസ് ദിസ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ. സോ ഈ കേസിൽ നമുക്ക് രണ്ട് കൺക്ലൂഷൻസും ട്രൂ ആണ്. പ്ലീസ് മേക്ക് ഷുവർ യു പോസ് ദ വീഡിയോ ആൻഡ് റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റൻ. These are very important things. Please make sure. And also I'll let you know one thing very clearly, that exam point of view നോക്കുകയാണെങ്കിൽ ഓൺലി എ ഫ്യൂ കേസസ് നമുക്ക് ജനറലി ബാങ്ക് എക്സാംസിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. SSCക്കും റെയിൽവേസിനും ഈ ക്വസ്റ്റൻസ് നമ്മൾ ജനറലി ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, എക്സാം നേച്ചർ ഈസ് ഡൈനാമിക്. ഇറ്റ്സ് കീപ്സ് ഓൺ ഇവോൾവിംഗ്. ഏർലിയർ ദർ വാസ് എ ടൈം വെൻ പോസിബിലിറ്റി കേസസ് SSCക്ക് ഇല്ലായിരുന്നു. ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് 5 to 7 years ബാക്ക്, ഡെഫിനറ്റ് കൺക്ലൂഷൻസ് മാത്രമാണ് SSCക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ബാങ്കിന് ഓൺലി എ ഫ്യൂ കേസസ് ഇല്ലായിരുന്നു. സോ നൗ ദേ ആർ കാറ്റും മാറ്റും അവിടുത്തെ ക്വസ്റ്റൻസ് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബാങ്കിന് വന്നിട്ടുണ്ട്, നാളെ എന്ന് വേണം എന്ത് വരാം, SSCക്കും വരാം. അവിടെ നിങ്ങൾക്ക് സിലബസിൽ സിലോയിസം എന്നുള്ള ടോപ്പിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല സിലോയിസമിൽ ഇന്ന ടൈപ്പ് ക്വസ്റ്റൻ മാത്രമേ ചോദിക്കുള്ളൂ. സോ പ്ലീസ് മേക്ക് ഷുവർ യു ബി പ്രിപ്പയർഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ്. എന്നിട്ട് എക്സാമിൽ നമ്മളെ ട്രെൻഡ് അനുസരിച്ച് ചോദിക്കുന്ന ക്വസ്റ്റൻ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അത് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ട്രൈ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. സോ ലെറ്റ്സ് സീ ദിസ്. ഇവിടെ ഫസ്റ്റ് കൺക്ലൂഷൻ, യെല്ലോയും ഗ്രീനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്ക്. യെല്ലോയും ഗ്രീനും നമുക്ക് മുകളിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കിടപ്പുണ്ട്. യെസ്, യെല്ലോയും ഗ്രീനും എന്താണ്, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കിടപ്പുണ്ട്. എന്നിട്ട് അത് എന്ത് കേസാണ്? ഓൺലി എ ഫ്യൂയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഓൺലി എ ഫ്യൂ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് ട്രൂ ആവാം? 5 കൺക്ലൂഷൻസ് ട്രൂ ആവുള്ളൂ. അത് ഏതൊക്കെയാണ്? സം എ ടു ബി, സം അങ്ങോട്ടും ഇങ്ങോട്ടും, സം നോട്ട് എ ടു ബി മാത്രം, ഓളും സം നോട്ട് റിവേഴ്സിൽ പോസിബിലിറ്റി. സോ ഇവിടെ കിടക്കുന്ന എന്താണ്? സമ്മാണ്. സം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ അല്ലേ, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കൺക്ലൂഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. സോ രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം, ഗ്രീനും യെല്ലോവും. അഗെയിൻ ഗ്രീനും യെല്ലോവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഗ്രീനും യെല്ലോ മുകളിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കിടപ്പുണ്ട്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. എന്നിട്ട് ആ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ടൈപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആണ്? ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓൺലി എ ഫ്യൂ വന്നാൽ നമുക്ക് 5 കൺക്ലൂഷൻസേ ട്രൂ ആവുള്ളൂ. അതിൽ സം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. സം നോട്ട് ഉണ്ട്. സം നോട്ട് ഡെഫിനറ്റ് ആണ്, ഡെഫിനറ്റ് സം നോട്ട് ആണ്. ഏത് രീതിയിൽ? എ ടു ബി മാത്രം. എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഓർഡറിൽ തന്നെ വരണം. ഇവിടെ ഗ്രീൻ യെല്ലോ ആണ്, ഇവിടെയും സം നോട്ട് ആണ്, ഗ്രീനും യെല്ലോ ആണ്. സോ ദിസ് ഈസ് ഓൾസോ ട്രൂ. സം നോട്ട് നിങ്ങൾ പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ സം എ ആർ, ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് വരികയാണെങ്കിൽ സം എ ആർ നോട്ട് ബി എന്ന് മാത്രമേ ട്രൂ ആവത്തുള്ളൂ. തിരിച്ച് സം നോട്ട് ഡെഫിനറ്റ്ലി ട്രൂ ആവില്ല, അത് പോസിബിലിറ്റിയിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഹിയർ. പ്ലീസ് മേക്ക് ഷുവർ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആ 5 പോസിബിലിറ്റി അതിനെ എഴുതിക്കുന്ന ഒരിക്കലും നോക്കുക. ഓക്കെ, അടുത്ത് ലെറ്റ്സ് ഡിസ്കസ് ദിസ് വൺ. ഗ്രീനും പിങ്കും റിലേഷൻഷിപ്പ് എന്താണ്? ഗ്രീനും പിങ്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് ഇതൊരു പോസിബിലിറ്റി കേസും കൂടെയാണ്. പ്ലീസ് മേക്ക് ഷുവർ യു റിമെമ്പർ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. പക്ഷേ ആ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തില്ല? ഓൺലി എ ഫ്യൂ കേസ് ഇല്ല.
സോ ദാറ്റ് മീൻസ് നമ്മൾ നോർമലി ചെയ്യുന്ന പോസിബിലിറ്റി കേസ് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം, ഗ്രീനും പിങ്കും. നിങ്ങൾക്ക് ഞാൻ പോസിബിലിറ്റി കേസസിൽ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് വെനെവർ നമ്മളെ കൺക്ലൂഷനിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് വരണമെങ്കിൽ കൺക്ലൂഷൻ എന്താണോ അത് തന്നെ നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷനായിട്ട് കിട്ടും. നമ്മൾ ഈ കൺക്ലൂഷൻ എന്താണോ അത് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഡിറൈവ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ എന്തായിരിക്കും? ഈ സെയിം കാര്യം, ഓൾ ഗ്രീൻ ആർ പിങ്ക് എന്നുള്ള ഡെഫിനറ്റ് കൺക്ലൂഷൻ കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓൾ എന്നുള്ള ഒരു ഡെഫിനറ്റ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്? ഓളും വരാം, സം നോട്ടും വരാം, പക്ഷേ എങ്ങനെ? റിവേഴ്സ്ഡിൽ. ഓളും സം നോട്ടും വരാം, റിവേഴ്സ്ഡിൽ. എന്തിൻ്റെ റിവേഴ്സ്ഡ്? ഈ കിട്ടിയ ഡെഫിനറ്റ് കൺക്ലൂഷൻ്റെ റിവേഴ്സ്ഡ്. ഇവിടെ കിടക്കുന്ന ഓളാണ്, പോസിബിലിറ്റി ആണ്. ഇതിൻ്റെ റിവേഴ്സ്ഡ് ആണോ? ഇവിടെ ഗ്രീനും പിങ്കും ആണ്, ഇവിടുത്തെ ഓർഡർ എന്താണ്? ഗ്രീനും പിങ്കും ആണ്. അപ്പോൾ റിവേഴ്സ്ഡ് ആണോ? ഇല്ലല്ലോ. സോ ദിസ് കൺക്ലൂഷൻ ഈസ് false. Okay, all these things I have already taught to you in the earlier classes, so please make sure you go through them to get a clarity on this. Okay, possibility cases എനിക്ക് വീണ്ടും ഒരേ ടോപ്പിക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. So that's why I am just moving on with that, hoping that you have already known that chapter, already know that part. Okay, let's see next one. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ, കാറും ട്രക്കും തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്? യെസ്, നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കുക. പ്ലീസ് ഒന്നിപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് തനിയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. കാറും ട്രക്കും തമ്മിൽ റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. യെസ് ഓൺ? കാറും ട്രക്കും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. എന്നിട്ട് ആ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൺലി എ ഫ്യൂയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൺലി എ ഫ്യൂവിൽ നമുക്ക് പോസിബിലിറ്റി വരും. ഏതൊക്കെയാണ്? ഓളും സമ്മും പോസിബിലിറ്റി ട്രൂ ആവും, ഓളും സം നോട്ടും എന്നുള്ള പോസിബിലിറ്റി ട്രൂ ആവും. പക്ഷേ എങ്ങനെ? റിവേഴ്സ്ഡ്. എന്തിൻ്റെ റിവേഴ്സ്ഡ്? ആ സ്റ്റേറ്റ്മെൻറ്റ് റിവേഴ്സ്ഡ്. ഇവിടെ കിടക്കുന്നത് സം നോട്ട് എന്നുള്ള പോസിബിലിറ്റിയാണ്. യെസ്, എന്നിട്ട് റിവേഴ്സ്ഡ് ആണോ? ഇല്ലേ? ഇവിടുത്തെ ഓർഡർ ട്രക്കും കാറും ആണ്, ഇവിടുത്തെ ഓർഡറോ കാറും ട്രക്കും ആണ്. സോ റിവേഴ്സ്ഡും ആണ്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ, ആബ്സൊല്യൂട്ട്ലി ട്രൂ. ദാറ്റ് ഈസ് നമ്മളെ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ട്, കൺക്ലൂഷൻ പോസിബിലിറ്റി ആണ്. ഓൺലി എ ഫ്യൂവിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് വരുള്ളൂ. അതൊക്കെയാണ് ഓളും സം നോട്ടും ആണ്. നമുക്കിവിടെ കിടക്കുന്ന സം നോട്ടാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട ഓർഡർ സെയിം ആണോ റിവേഴ്സ്ഡ് ആണോ എന്നാണ്. നമുക്ക് റിവേഴ്സ്ഡ് ഓർഡറേ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ കിടക്കുന്ന ഓർഡർ ട്രക്കും കാറും ആണ്, അതിൻ്റെ റിവേഴ്സ്ഡ് ആണ് ഈ കിടക്കുന്ന കാറും ട്രക്കും. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഡെഫിനറ്റ്ലി ട്രൂ. അടുത്ത് നോക്ക്, ട്രക്ക് കാറ് വീണ്ടും സെയിം ആണ്. ട്രക്കും കാറും ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. യെസ്, എന്നിട്ട് ഓൺലി എ ഫ്യൂ കേസാണ്. ഓൺലി എ ഫ്യൂവിൽ നമുക്ക് പോസിബിലിറ്റി, ഇത് ക്യാൻ ബി പോസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പോസിബിലിറ്റി കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻ ബി, മേ ബി, പോസിബിലിറ്റി എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ അത് പോസിബിലിറ്റി കേസാണ്. യെസ്, സോ ഇൻ ദിസ് കേസ് പോസിബിലിറ്റി ട്രൂ ആവും. ഏത് പോസിബിലിറ്റി ട്രൂ ആവും? ഓൾ എന്നുള്ള സം നോട്ട് എന്നുള്ള പോസിബിലിറ്റി ട്രൂ ആവത്തുള്ളൂ. രണ്ട് പോസിബിലിറ്റീസ് ആണ് ഓൺലി എ ഫ്യൂ ഡയറക്റ്റ് റിലേഷൻഷിപ്പിലുള്ളത്. ഇത് ഓൾ ആണ്. പക്ഷേ ട്രൂ ആവണമെങ്കിൽ എന്ത് വരണം? ഇവിടെ കിടക്കുന്നതിൻ്റെ റിവേഴ്സ്ഡ് ആയിരിക്കും വരുന്നത്. ഇവിടെ കിടക്കുന്ന ഓർഡർ ട്രക്കും കാറും ആണ്, ഇവിടെ കിടക്കുന്ന ഓർഡറും ട്രക്കും കാറും ആണ്. റിവേഴ്സ്ഡ് ആണോ? ഇല്ലല്ലോ, സെയിം ഓർഡർ അല്ലേ. സോ ഡെഫിനറ്റ്ലി ഇതെന്താവില്ല, ഈ പോസിബിലിറ്റി ട്രൂ ആവത്തില്ല. ഇത് ഓൾ കാർസ് ക്യാൻ ബി ട്രക്സ് എന്നായിരുന്നെങ്കിൽ, ഇഫ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓൾ കാർസ് ക്യാൻ ബി ട്രക്സ് എന്നായിരുന്നെങ്കിൽ ഇത് ട്രൂ ആയേനെ. കാരണം ഇവിടുത്തെ ഓർഡർ ട്രക്കും കാറും ഇതിൻ്റെ റിവേഴ്സ്ഡ് ആണ് ഈ കിടക്കുന്നത്. ദാറ്റ് വുഡ് ഹാവ് ബീൻ ട്രൂ. ഓൾ എന്നുള്ള പോസിബിലിറ്റി ട്രൂ ആവും, പക്ഷേ റിവേഴ്സ്ഡിൽ മാത്രം. ഐ ഹോപ്പ് ഐ എം മേക്കിംഗ് സെൻസ് ടു ഓൾ ഓഫ് യു. യെസ്, നൗ ലെറ്റ്സ് സീ സം ജീപ്സ് ആർ കാർസ്. നൗ ജീപ്പും കാറും നമുക്ക് റിലേഷൻഷിപ്പ് നോക്കുക. ജീപ്പും കാറും റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ ഓൺലി എ ഫ്യൂ ഇല്ല. അപ്പോൾ നമ്മൾ നോർമലി പഠിച്ച പോലെ സോൾവ് ചെയ്യുക. ഇതൊരു പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണോ? ഇല്ല. അവിടെ വെച്ച് തന്നെ കൺക്ലൂഷൻ എന്തായി? ഫാൾസ് ആയി. സോ ഓൺലി ദ ഫസ്റ്റ് കൺക്ലൂഷൻ ഈസ് ട്രൂ ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇസ് മൈ പോയിന്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. once you go through this question, please make sure നമ്മളെ ആപ്പിനകത്ത് കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോൾവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലുക്ക് അറ്റ് ദിസ് വീഡിയോ വൺസ് അഗെയിൻ, ആൻഡ് ദെൻ ഈവൻ ആഫ്റ്റർ ഇഫ് യു ഹാവ് ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ, സോ ഇനി നമുക്ക് ഓൺലി എ ഫ്യൂയുടെ കാര്യത്തിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓൺലി എ ഫ്യൂ, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഓൺലി എ ഫ്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ ദെൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വെച്ചേക്കണം. ഓൺലി എ ഫ്യൂയുടെ അർത്ഥം സമ്മും എന്നിട്ട് സം നോട്ട് എന്നുള്ള അർത്ഥം രണ്ടും ഉണ്ട്. ഓൺലി എ ഫ്യൂ മീൻസ് സം ആസ് വെൽ ആസ് സം നോട്ട്. ഐ ഹോപ്പ് യു ക്യാൻ റിമെമ്പർ ദാറ്റ്, റൈറ്റ്? ഓൺലി എ ഫ്യൂ എന്ന് പറഞ്ഞാൽ സമ്മും ഉണ്ട് സം നോട്ടും ഉണ്ട്. ഓക്കെ, ഫൈൻ, ലെറ്റ്സ് സീ എങ്ങനെ അപ്രോച്ച് ചെയ്യും. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദസ്. ഓക്കെ, നൗ ഇത് ആദ്യം നമ്മൾ ഓൺലി എ ഫ്യൂ
ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ്റെ കേസസ് നോക്കാം. ഡെഫിനറ്റ് കൺക്ലൂഷൻസ് വരുമ്പോൾ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിലുള്ള കേസാണ്. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഹിയർ. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഓക്കെ ഡെഫിനറ്റ് കൺക്ലൂഷൻ്റെ കേസസ് ആണ്. ഡെഫിനറ്റ് കൺക്ലൂഷൻസ് അതിനകത്ത് ഒരു ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? പ്ലീസ് മേക്ക് ഷുവർ യു റൈറ്റ് ദിസ് ഡൗൺ. ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്, ഇഫ് ദ കൺക്ലൂഷൻ ഇസ് ഡെഫിനറ്റ് ആൻഡ് ദർ ഈസ് ഓൺലി വൺ എന്താണ് ഓൺലി എ ഫ്യൂ ഇൻ ദ കൺസേൺഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ ഹൗ ഡു വി അപ്രോച്ച് ദാറ്റ്? ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഡെഫിനറ്റ് കൺക്ലൂഷൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം. ക്യാൻ ബി, മേ ബി, പോസിബിലിറ്റി എന്നുള്ള വാക്ക് അതിനകത്തില്ല. സോ ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്, അതിൽ ഡൗട്ടൊന്നും വേണ്ട. അടുത്ത് കൺക്ലൂഷൻ എന്താണ്? സം പേപ്പർ ആർ പെൻ, പെൻ ആർ പേപ്പർ. സോ ആസ് ഐ സെഡ് ഏർലിയർ, നമ്മൾ ആദ്യം നോക്കേണ്ട റിലേഷൻഷിപ്പാണ്. പെന്നും പേപ്പറും രണ്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടോ? ഇല്ലല്ലോ. പെൻ ഇവിടെയാണ്, പേപ്പർ ഇവിടെയാണ്, രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. അതിൻ്റെ അർത്ഥം ഇത് ഏത് റിലേഷൻഷിപ്പാണ്? ഇറ്റ്സ് എ കേസ് ഓഫ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ആ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മളെ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇത് രണ്ടും കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. കാരണം നമ്മളെ എലിമെൻറ്റ് ആ രണ്ടിലും ഉണ്ട്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതിൽ എത്ര ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കുക. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എത്ര ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ഈ ഫസ്റ്റ് വൺ മാത്രമല്ലേ ഓൺലി എ ഫ്യൂ ഉള്ളൂ? യെസ് ഓ നോ? ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മളിപ്പം ഫിഗർ ഔട്ട് ചെയ്തു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് ആ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ആ കൂടി ഓൺലി എ ഫ്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ നമുക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഓൺലി എ ഫ്യൂയുടെ ഇക്വാലൻ്റ് എന്ന് പറയുന്നത് സമ്മും സം നോട്ടും ആണ്. രണ്ടും അർത്ഥമുണ്ട് അതിന്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഓൺലി എ ഫ്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓൾ, സം, നോ, സം നോട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ക്വസ്റ്റൻ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് ഓൺലി എ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മളെ മെത്തേഡ് വെച്ച് ചെയ്യാൻ നമുക്കറിയില്ല. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമ്മിലോ സം നോട്ടിലോ കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത്? ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഓൺലി എ ഫ്യൂവിനെ, ഞാൻ പറഞ്ഞില്ലേ സമ്മും ഉണ്ട് സം നോട്ടുണ്ട്. സോ ആദ്യം സം വെച്ച് സമ്മായിട്ട് കണക്കാക്കി നോക്കാം. വാട്ട് വിൽ ഡു ഇസ് ഓൺലി എ ഫ്യൂവിനെ സമ്മായിട്ട് റിപ്ലേസ് ചെയ്യും. ഞാൻ ഓൺലി എ ഫ്യൂവിനെ സം എന്ന രീതിയിൽ കണക്കാക്കും. എന്നിട്ട് നമുക്ക് ഈ കൺക്ലൂഷൻ കിട്ടുന്നുണ്ടോ നോക്കും. ഓക്കെ, കിട്ടിയാൽ ആൻസർ ട്രൂ ആണ്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സം നോട്ട് വെച്ച് ട്രൈ ചെയ്യും. സം നോട്ട് വെച്ച് കിട്ടിയാലും ട്രൂ ആണ്. ഏതെങ്കിലും ഒന്നിൽ സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൺലി എ ഫ്യൂവിനെ സം വെച്ച് റിപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ ട്രൂ ആയിട്ട് കിട്ടിയാൽ ആൻസർ ട്രൂ ആണ്. അതല്ല സം നോട്ട് വെച്ച് ട്രൂ ആയിട്ട് കിട്ടിയാലും ആൻസർ ട്രൂ ആണ്. രണ്ടും ട്രൂ ആവണമെന്നല്ല, ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടിയാൽ മതി. സം വെച്ച് കിട്ടിയാൽ അപ്പോൾ തന്നെ പിന്നെ നമ്മൾ സം നോട്ട് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇനി സം വെച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സം നോട്ട് വെച്ച് നോക്കും. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് കേസ്. സോ ഇവിടെ ഞാൻ സം വെച്ച് നോക്കുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കോമൺ എലിമെൻറ്റ് പെൻസിലുണ്ട്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. യെസ്. ഇനി സം ഇവിടെ ഇൻകം 50 ആണ്, ഇവിടെ എക്സ്പെൻഡിച്ചറും 50 ആണ്. പേപ്പർ ഇൻകം 50 ആണ്, എക്സ്പെൻഡിച്ചർ 50 ആണ്. സോ സം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ കൺക്ലൂഷൻ ട്രൂ ആവുന്നുണ്ട്. ഹെൻസ് ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ. ഇവിടെ സം നോട്ട് വെച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം സം വെച്ച് ചെയ്തപ്പോൾ തന്നെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഡെഫിനറ്റ് കൺക്ലൂഷൻ്റെ കേസിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺക്ലൂഷൻ ഡെഫിനറ്റ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരേ ഒരു ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓൺലി എ ഫ്യൂവിനെ സം വെച്ച് ആദ്യം റിപ്ലേസ് ചെയ്യും. അത് വെച്ചിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ ഓക്കെ, അവിടെ വെച്ച് തീർന്നു ക്വസ്റ്റന്. ഇനി അത് വെച്ചില്ലെങ്കിൽ നമുക്ക് സം നോട്ട് വെച്ച് റിപ്ലേസ് ചെയ്യും. അത് വെച്ച് ആൻസർ കിട്ടിയാലും ഓക്കെ. രണ്ടും വെച്ച് ആൻസർ കിട്ടിയില്ലെങ്കിൽ കൺക്ലൂഷൻ ഫാൾസ് ആണ്. രണ്ടിൽ ഏതെങ്കിലും വെച്ച് ഒന്ന് ആൻസർ കിട്ടിയാൽ മതി, കൺക്ലൂഷൻ ട്രൂ ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ലെറ്റ്സ് സീ ദ സെക്കൻഡ് വൺ. പേപ്പർ പെൻ. അഗെയിൻ പേപ്പറും പെന്നും റിലേഷൻഷിപ്പ് ഇൻഡയറക്റ്റ് ആണ്. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂ ആണ്. ആ ഓൺലി എ ഫ്യൂവിനെ നമ്മൾ ആദ്യം സം വെച്ച് റിപ്ലേസ് ചെയ്യും. ഞാൻ സം വെച്ച് റിപ്ലേസ് ചെയ്യുമ്പോൾ ഈ കൺക്ലൂഷൻ ട്രൂ ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. സോ സം വെച്ച് ഓൾറെഡി റിപ്ലേസ്ഡ് ആണ്. കോമൺ എലിമെൻറ്റ് പെൻസിലുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. ഇനി ഇൻകം എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ പെന്നിൻ്റെ ഇൻകം ഇവിടെ എന്താണ്? 50 ആണ്, എക്സ്പെൻഡിച്ചർ 100 ആണ്. സോ സം വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇൻകമിനെക്കാളും എക്സ്പെൻഡിച്ചർ എന്താവാൻ പാടില്ല, കൂടാൻ പാടില്ല. സോ സം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താവുന്നില്ല? ട്രൂ ആവുന്നില്ല. സം വെച്ച് ആൻസർ ട്രൂ ആവുന്നില്ല. സോ നൗ വാട്ട് ഐ വിൽ ഡു ഇസ് ഐ വിൽ റിപ്ലേസ് ദിസ് ഓൺലി എ ഫ്യൂ വിത്ത് സം നോട്ട്. ഇവിടെ സം പെൻസ് ആർ നോട്ട് പെൻസിൽസ് എന്ന് കണക്കാക്കും. സം നോട്ട് വെച്ച് ചെയ്യും. നൗ ലെറ്റ്സ് ട്രൈ ടു ഡു ദിസ്. നമുക്ക് ഇപ്പോഴും അറിയാം ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ആണല്ലോ. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ആണോ നമ്മളെ കൺക്ലൂഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അതെല്ലാം എന്തായിരിക്കണം? പോസിറ്റീവ് തന്നെ ആയിരിക്കണം. അത് പോസിറ്റീവ് ആണോ?
ഇവിടെ സം നോട്ട് ആകുമ്പോൾ സം നോട്ട് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? യെസ്, ഇത് നെഗറ്റീവ് ആണ്, അതുപോലെ ഇത് നെഗറ്റീവ് ആണ്, നോയും സം നോട്ടും. സോ ഇപ്പോൾ നമ്മൾ സം നോട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് വന്നില്ലേ? അപ്പോൾ ബേസിക്കലി എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? സം വെച്ച് ചെയ്യുമ്പോഴും ആൻസർ കിട്ടുന്നില്ല, സം നോട്ട് വെച്ച് ചെയ്യുമ്പോഴും ആൻസർ കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് കൺക്ലൂഷൻ ഈസ് false. I hope it makes sense. So indirect relationship definite conclusion ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരേ ഒരു ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ സം വെച്ചും സം നോട്ട് വെച്ചും ട്രൈ ചെയ്യുക, ഏതെങ്കിലും ഒന്ന് വെച്ച് ആൻസർ കിട്ടിയാൽ അത് ട്രൂ ആണ്, രണ്ടിലും കിട്ടിയില്ലെങ്കിൽ അത് ആൻസർ ഫാൾസ് ആണ്. ഐ ഹോപ്പ് മൈ പോയിന്റ് ഈസ് വെരി ക്ലിയർ ഹിയർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ. സെയിം ക്വസ്റ്റൻ ആണോ? യെസ്, സെയിം ക്വസ്റ്റൻ. നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഇത് കാറ്റ്സ് ആണ്, കേറ്റല്ല. ഓക്കെ, സം കാറ്റ്സ് ആർ റാറ്റ്സ്. ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്, ട്രൈ ടു ഡു ദിസ്. കാറ്റും റാറ്റും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണല്ലോ. കാറ്റും റാറ്റും രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. യെസ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അടുത്ത് ഞാൻ പറഞ്ഞ പോലെ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ, ഒരു കേസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂ ആണ്. സോ വാട്ട് ഐ ഡു ഇസ് ആ ഓൺലി എ ഫ്യൂവിനെ സം വെച്ച് റിപ്ലേസ് ചെയ്യും. സമ്മോ സം നോട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് വെച്ചോ അത് വെച്ച് റിപ്ലേസ് ചെയ്യാം. സോ സം വെച്ച് റിപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടുമോ ഇല്ലയെന്നാണ് നോക്കേണ്ടത്. സി, ഐ വിൽ ടെൽ യു വൺ തിങ് വെരി ലോജിക്കലി. ഞാനിപ്പം ചെയ്യേണ്ട പ്രോപ്പർ സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെ ലോജിക് അപ്ലൈ ചെയ്താൽ ഇവിടെ സം വെച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഈ കൺക്ലൂഷൻ പോസിറ്റീവാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിലാണ്. ഇത് രണ്ടാമത്തെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളിവിടെ എന്ത് യൂസ് ചെയ്താലും കൺക്ലൂഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും പോസിറ്റീവ് ആവാതെ നമുക്ക് ആൻസർ ഒരിക്കലും ട്രൂ ആയിട്ട് കിട്ടത്തില്ല. എന്നാലും ഐ എം ടെലിങ് യു ദ സ്റ്റെപ്സ് ടു ഫോളോ. ഇനീഷ്യലി ലേണിംഗ് ഫേസിൽ ഇങ്ങനെ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മൈൻഡിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും പോസിറ്റീവ് ആവാതെ നടക്കില്ല. നമ്മൾ ഇപ്പർ സൈഡിലെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാലും ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നെഗറ്റീവ് ആയിട്ട് തന്നെ കിടക്കുള്ളൂ. സോ ദാറ്റ് വിൽ നോട്ട് മേക്ക് എനി ഡിഫറൻസ് ടു ദ ഓവറോൾ കണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആ നെഗറ്റീവ് മാറുന്നില്ല. ആ നെഗറ്റീവ് മാറാത്തത്തോളം ഇതെന്താണ് തെറ്റായിട്ട് തന്നെ വരുള്ളൂ. സോ ബേസിക്കലി ഇവിടെ സം വെച്ച് നോക്കിയാലും ഈ നെഗറ്റീവ് കിടക്കുന്നതുകൊണ്ട് ഈ കൺക്ലൂഷൻ ഫാൾസ് ആവും. ഇനി സം നോട്ട് വെച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുക? ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, രണ്ടാമത്തെ നെഗറ്റീവും കൂടെ വരും. നമുക്കറിയാം ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണ്ടേ. നെഗറ്റീവ് ഓൾറെഡി ഒന്നുകൂടെ നെഗറ്റീവ് ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ഫാൾസ്. സോ ബേസിക്കലി ഓവറോൾ ദിസ് കൺക്ലൂഷൻ എന്താണ്? എങ്ങനെ പോയാലും ഫാൾസ് തന്നെയാണ്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. സം കാറ്റ്സ് ആർ നോട്ട് ഡോഗ്സ്. അഗെയിൻ കാറ്റും ഡോഗും, ഡോഗ് അല്ല, കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ്. കാറ്റും റാറ്റും എന്താണ്? റിലേഷൻഷിപ്പ് ഇൻഡയറക്റ്റ് ആണ്. യെസ്, കാറ്റും റാറ്റും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂയുടെ ഒരു കേസുണ്ട്. ഒരു കേസ് എന്താണ്? ഓൺലി എ ഫ്യൂ ആണ്. സോ വാട്ട് ഐ വിൽ ഡു, സം വെച്ച് ആദ്യം ട്രൈ ചെയ്യും, വർക്കൗട്ട് അല്ലെങ്കിൽ സം നോട്ട് വെച്ച് ട്രൈ ചെയ്യും. യെസ് ഓണോ? കാരണം കൺക്ലൂഷൻ ഡെഫിനറ്റ് ആണ്. സോ സം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സം വെച്ച് ട്രൈ ചെയ്തു. നമ്മളെ കൺക്ലൂഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. നമ്മളെ ബേസിക് കണ്ടീഷനാണത്. അത് കഴിഞ്ഞിട്ട് കോമൺ എലിമെൻ്റ് ഉണ്ട് ഡോഗ്. എന്നിട്ട് ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുള്ള അസംഷനിലാണ്. കാരണം ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ മീ ടു എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ് ദാറ്റ് ഐ എക്സ്പ്ലെയിൻ ഇൻ ദ പോസിബിലിറ്റി കേസ് ടു സോൾവ് ദിസ് ക്വസ്റ്റൻ. പോസിബിലിറ്റി ഡെഫിനറ്റ് എല്ലാം പറഞ്ഞു വരേണ്ടി വരും ഇത് ക്വസ്റ്റൻ ചെയ്യണമെങ്കിൽ. So that's not going to be possible. Please make sure you watch the earlier videos right from the beginning till here and it will make all sense. Okay, so let's see. Common element ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. Now let's try to solve this. ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 50 ആണ്, കാറ്റും 50 ആണ്, കുഴപ്പമില്ല. റാറ്റിൻ്റെ ഇൻകം 50 ആണ്, ഇവിടെയും 50 ആണ്. 50 അല്ല, ഇവിടെ 100 ആണ്, ഇവിടെയും 100 ആണ്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ എന്താ ചെയ്തത്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു കാറ്റും റാറ്റിനും ഇടയ്ക്ക്. കൺക്ലൂഷൻ നെഗറ്റീവ് ആയിരുന്നു. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഓൺലി എ ഫ്യൂരെ നമ്മൾ എന്ത് ചെയ്യും? സമ്മോ സം നോട്ട് വെച്ച് ട്രൈ ചെയ്യും. സം നോട്ട് വെച്ച് ഇവിടെ ലോജിക്കലി ട്രൈ ചെയ്യണമെങ്കിൽ അർത്ഥമില്ല. കാരണം ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. സം നോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും തെറ്റും. ഒന്നിൽ കൂടുതൽ നമുക്ക് നെഗറ്റീവ് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ പാടില്ല. സോ സമ്മോ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ കോമൺ എലിമെൻറ്റിൻ്റെ കാര്യമുണ്ട്, ഇൻകം എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ എല്ലാം ആബ്സല്യൂട്ട്ലി കറക്റ്റായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ഡെഫിനറ്റ് കൺക്ലൂഷനാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ ഉള്ളൂ. സമ്മോ സം നോട്ടോ വെച്ച് അതിനെ ഒന്നിൽ ട്രൂ ആയിട്ട് കിട്ടിയാൽ മതി. ദാറ്റ് കൺക്ലൂഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. ഐ ഹോപ്പ് മൈ പോയിന്റ് ഈസ് വെരി വെരി ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസിബിലിറ്റിയിൽ ഇതേപോലെ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ പോസിബിലിറ്റി കേസസിൽ വരുമ്പോൾ ഓൺലി എ ഫ്യൂ കേസ് നമുക്ക് നോക്കാം. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഇവിടെ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നമ്മൾ നേരത്തെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻസിൻ്റെ കേസായിരുന്നു. ഇനി ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ പോസിബിലിറ്റി കൺക്ലൂഷനാണ്, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ കേസ്. അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്യാൻ ബി എന്നുള്ള വാക്ക് കിടപ്പുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് പോസിബിലിറ്റി കേസാണ്. ആൻഡ് റിലേഷൻഷിപ്പ് നോക്ക്, എയും സിയും രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. സോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഓൺലി എ ഫ്യൂ എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്?
ഒറ്റ ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഐ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. ഓൺലി എ ഫ്യൂ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. കൺക്ലൂഷൻ എന്താണ്? പോസിബിലിറ്റി കൺക്ലൂഷൻ ആണ്. എന്നിട്ട് റിലേഷൻഷിപ്പ് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മൾ ഇതിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് ഡെഫിനറ്റ് കൺക്ലൂഷൻ, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, സമ്മ് അല്ലെങ്കിൽ സം നോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ ആൻസർ കിട്ടിയാൽ നമ്മൾ ആൻസർ ട്രൂ ആണെന്നാണ്. പോസിബിലിറ്റി കേസിൽ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെയും നമ്മൾ സമ്മും സം നോട്ടും തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഓൺലി എ ഫ്യൂക്ക് പകരം. പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് കേസും ട്രൈ ചെയ്യും. സമ്മും ട്രൈ ചെയ്യും, സം നോട്ടും ട്രൈ ചെയ്യും. എന്നിട്ട് രണ്ടും ട്രൂ കിട്ടിയാൽ മാത്രമേ ആ പോസിബിലിറ്റി കൺക്ലൂഷൻ ട്രൂ ആവത്തുള്ളൂ. ഡെഫിനറ്റ് കേസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. പോസിബിലിറ്റി കേസിൽ എന്താണ്? സം വെച്ചും ട്രൂ ആവണം, സം നോട്ട് വെച്ചും ട്രൂ ആവണം. എന്നാൽ മാത്രമേ ആ പോസിബിലിറ്റി ട്രൂ ആവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹിയർ. അപ്പോൾ ഇവിടെ ഞാൻ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ആദ്യത്തെ സം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എക്കും സിക്കും ഇടയിൽ കിട്ടുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ എന്താണ്? പോസിബിലിറ്റി കേസിൽ നമ്മൾ ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്താൻ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് എന്ത് ഡെഫിനറ്റ് കൺക്ലൂഷൻ കിട്ടും? സം എ ആർ നോട്ട് സി എന്നാണ്. Okay, I have explained whole thing about deriving the definite conclusion in the possibility part. Please you watch that, otherwise ഇത് എങ്ങനെ ഞാൻ കണ്ടെത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ എക്കും സിക്കും ഇടയ്ക്ക് നമ്മൾ സം എന്ന് വെച്ച് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ സം എ ആർ നോട്ട് സി എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സം നോട്ട് വന്നു കഴിഞ്ഞാൽ, ഡെഫിനറ്റ് കൺക്ലൂഷൻ സം നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ട്രൂ ആവാം? സമ്മും നോയും ബോത്ത് വേസ് ട്രൂ ആവാം. പിന്നെ അതുപോലെ ഓളും സം നോട്ട് റിവേഴ്സ് ട്രൂ ആവാം. ഓക്കെ, സമ്മും നോയും ബോത്ത് വേസ് ട്രൂ ആവാം. ഇവിടെ കിടക്കുന്ന കൺക്ലൂഷൻ എന്താണ്? സമ്മാണ്. അത് ബോത്ത് വേസ് ട്രൂ അല്ലേ? സോ ദാറ്റ്സ് വൈ സമ്മ് വെച്ച് നോക്കുമ്പോൾ ഈ കൺക്ലൂഷൻ ട്രൂ ആയിട്ട് കിട്ടുന്നുണ്ട്. സം വെച്ച് റിപ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ ട്രൂ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സം നോട്ട് വെച്ചും കൂടെ റിപ്ലേസ് ചെയ്ത് നോക്കണം. ഞാനിവിടെ സം എ ആർ നോട്ട് ബി എന്നാക്കാം. ഇനി എന്താ സംഭവിക്കാൻ നോക്ക്. എക്ക് സിക്കും ഇടയിൽ ഞാൻ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കുമ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് നെഗറ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും, ഞാൻ നോ കൺക്ലൂഷൻ കേസ് പഠിപ്പിച്ചത്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താവും? നോ കൺക്ലൂഷൻ സിനാരിയോ ആയി മാറും. നോ കൺക്ലൂഷൻ സിനാരിയോ ആയാൽ നമുക്ക് എല്ലാ പോസിബിലിറ്റീസും ട്രൂ ആണ്. സോ ഈ കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ സം നോട്ട് ആക്കുമ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് ഇതിനകത്തുണ്ട്. സം നോട്ട് ആക്കുമ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് ആവുകയാണ്. ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതേസമയം കൺക്ലൂഷൻ എന്താണ്? നോ കൺക്ലൂഷൻ സിനാരിയോ ആവും. നോ കൺക്ലൂഷൻ ആയാൽ നമുക്ക് എല്ലാ പോസിബിലിറ്റീസും ട്രൂ ആവും. കൺക്ലൂഷൻ ഇവിടെ സം നോട്ട് വെച്ച് ട്രൈ ചെയ്യുമ്പോഴും ട്രൂ ആണ്, സം വെച്ച് ട്രൈ ചെയ്യുമ്പോഴും ട്രൂ ആണ്. ദിസ് കൺക്ലൂഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നേക്കുന്ന കൺക്ലൂഷൻ എന്താണ്? ഓൾ സി നോട്ട് ബീങ് എ ഇസ് എ പോസിബിലിറ്റി. സിക്കും എക്കും ഇടയ്ക്കിൽ നമ്മൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ അഗെയിൻ ഇത് പോസിബിലിറ്റി കേസാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ ഉള്ളൂ. സോ ആദ്യം ഞാൻ സം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എക്കും സിക്കും ഇടയിൽ ഈ ഡെഫിനറ്റ് കൺക്ലൂഷൻ തന്നെയാണ് കിട്ടുക. സം എ ആർ നോട്ട് സി. സം എ ആർ നോട്ട് സി എന്ന് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ട്രൂ ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സം നോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? സമ്മും നോയും ബോത്ത് വേ വരും, ഓളും സം നോട്ടും റിവേഴ്സ്ഡ് വരും. അപ്പോൾ നമുക്കിവിടെ കിടക്കുന്ന പോസിബിലിറ്റി ഓൾ അല്ലേ? എന്നിട്ട് റിവേഴ്സ്ഡ് ആണോ ഇല്ലേ? എന്തിൻ്റെ റിവേഴ്സ്ഡ്? ഈ കിട്ടിയ ഡെഫിനറ്റ് കൺക്ലൂഷൻ്റെ റിവേഴ്സ്ഡ് ആണോ ഇല്ലേ? ഇവിടെ എയും സിയും ആണ്, ഇവിടെ എന്താണ്? സിയും എയും ആണ്. സോ റിവേഴ്സ്ഡ് ആണ്. സോ ബേസിക്കലി സം വെച്ച് നോക്കുമ്പോൾ ഈ കൺക്ലൂഷൻ ട്രൂ ആവുന്നുണ്ട്. ഇനി സം നോട്ട് വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും സെയിം സിനാരിയോ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. സം നോട്ട് വെച്ച് വെക്കുമ്പോൾ എക്ക് സിക്കും ഇടയ്ക്ക് ഞാൻ ഡെഫിനറ്റ് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് വരെയാണ്. ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നോ കൺക്ലൂഷൻ ആണ്. നോ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പോസിബിലിറ്റീസും ട്രൂ ആവും. ദാറ്റ് ഈസ് ഓൾ, സമ്മ്, നോ, സം നോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രൂ ആവും. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ. സോ ബേസിക്കലി ഇവിടെ പോസിബിലിറ്റി കൺക്ലൂഷൻ ആയിരുന്നു. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരേ ഒരു ഓൺലി എ ഫ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? സം വെച്ച് നമുക്ക് കൺക്ലൂഷൻ ട്രൂ ആവണം, സം നോട്ട് വെച്ചും ട്രൂ ആവണം. ഡെഫിനറ്റ് ആയിരുന്നപ്പോൾ സമ്മിലോ സം നോട്ടിലോ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. അതാണ് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. ഇറ്റ്സ് എ സിമ്പിൾ കേസ്. പോസിബിലിറ്റി കൺക്ലൂഷൻ ആണ്. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഈ രണ്ട് സിനാരിയോസ്, മൊത്തം 3 സിനാരിയോസ് ആണുള്ളത്. ഓക്കെ, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ കേസ് വരുന്ന ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. പോസിബിലിറ്റി കേസ് ആണെങ്കിൽ സമ്മും നോയും, സമ്മും സം നോട്ടും രണ്ട് വെച്ച് ട്രൂ ആവണം. ആൻഡ് ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ സമ്മോ സം നോട്ട് ഏതെങ്കിലും ഒന്ന് ട്രൂ ആവണം. ഇനി കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മുമ്പോട്ട് നോക്കാം. ആസ് ഓഫ് നൗ ലെറ്റ്സ് ട്രൈ വൺ മോർ ക്വസ്റ്റൻ ഫ്രം ദിസ്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാർസും ബസ്സസും ക്യാൻ ബി പോസിബിലിറ്റി ആണ്. കാറും ബസ്സും റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റ ഓൺലി എ ഫ്യൂ ഉള്ളൂ. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഇതിനെ സമ്മ് വെച്ച് റിപ്ലേസ് ചെയ്ത് നോക്കും. ഓൺലി എ ഫ്യൂവിനെ സമ്മ് വെച്ച് സോൾവ് ചെയ്ത് നോക്കും. ഓക്കെ, സോ സമ്മ് വെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കിട്ടുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ എന്തായിരിക്കും? സമ്മ് വെച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് കൺക്ലൂഷൻ എന്താ കിട്ടുക? ഓക്കെ, സോ ഇവിടെ നമുക്ക് വരുമ്പോൾ ബസ് കാറിനിടയ്ക്ക് നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ വേണം. കോമൺ എലിമെൻറ്റ് ട്രക്കാണ്. ട്രക്ക് കോമൺ എലിമെൻറ്റ് വരുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ കോമൺ എലിമെൻറ്റിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല.
നമ്മൾ നോ കൺക്ലൂഷൻ്റെ ഒരു കേസ് പഠിച്ചതാണ്. കോമൺ എലിമെൻറ്റിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ലെങ്കിൽ അത് നോ കൺക്ലൂഷൻ കേസാണ്. നോ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ആ പോസിബിലിറ്റി ട്രൂ ആവും. അപ്പോൾ സം വെച്ച് നോക്കുമ്പോൾ ഈ കൺക്ലൂഷൻ ട്രൂ ആണ്. ഇനി സം നോട്ട് വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? സം നോട്ട് വെച്ച് നോക്കുമ്പോൾ സെയിം സിറ്റുവേഷൻ അല്ലേ? കാറും ബസ്സിനും ഇടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ വരണം. കോമൺ എലിമെൻറ്റ് ട്രക്കാണ്. ഇവിടെ സം നോട്ട് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 50-50 തന്നെയാണ്. സോ ബേസിക്കലി വീണ്ടും നോ കൺക്ലൂഷൻ സിനാരിയോ ആണ്. സോ ഈ രണ്ട് രീതിയിൽ നോക്കുമ്പോഴും ആ കൺക്ലൂഷൻ എന്താണ്? ട്രൂ ആണ്. ബസ്സും കാറിനും ഇടയ്ക്ക് നമുക്ക് രണ്ട് രീതിയിൽ നോക്കിയാലും നമുക്ക് എന്താണ് കോമൺ എലിമെൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ലാത്തതുകൊണ്ട് നോ കൺക്ലൂഷൻ സിനാരിയോ തന്നെ വരും. ആൻഡ് സം വെച്ചും ട്രൂ ആയിട്ട് കിട്ടും, സം നോട്ട് വെച്ചും ട്രൂ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ കൺക്ലൂഷൻ ട്രൂ ആണ്. ഇതിൽ സം വെച്ച് ട്രൂ ആയിട്ട് കിട്ടി, സം നോട്ട് വെച്ച് ട്രൂ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഈ കൺക്ലൂഷൻ ഫോൾസ് ആണ്. പോസിബിലിറ്റി കേസിൽ ഡെഫിനറ്റിലാണെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ട്രൂ ആയാൽ മതി. പോസിബിലിറ്റിയിലാണെങ്കിൽ രണ്ടിലും ട്രൂ ആകണം. എന്നാൽ മാത്രമേ ആ കൺക്ലൂഷൻ ട്രൂ ആകത്തുള്ളൂ. ഇവിടെ നോക്ക്, വീണ്ടും സം ബസ്സസ് ക്യാൻ ബി കാർസ്. സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. ബസ്സും കാറും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ സം ഓൺലി എ ഫ്യൂവിന് പറഞ്ഞാൽ സം എടുത്തെന്ന് വിചാരിച്ചു. സം എടുക്കുമ്പോൾ കോമൺ എലിമെൻറ്റിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല. നോ കൺക്ലൂഷൻ കേസ് ട്രൂ ആവും. സം നോട്ട് എടുത്താലും വീണ്ടും സംഭവം അത് തന്നെയാണ്. കോമൺ എലിമെൻറ്റ് മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല. നോ കൺക്ലൂഷൻ കേസ് വീണ്ടും ട്രൂ. സോ രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ആ കൺക്ലൂഷൻ ട്രൂ ആണ്. ഹെൻസ് ദിസ് കൺക്ലൂഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. ഐ ഹോപ്പ് മൈ പോയിന്റ് ഈസ് വെരി വെരി ക്ലിയർ. യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ആണ്. എന്നിട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഡെഫിനറ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ ഡെഫിനറ്റ് ആണ്. ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ഉണ്ട്, ഡെഫിനറ്റ് കൺക്ലൂഷൻസ് ആണ്. സോ ആദ്യം ഞാൻ ഇതിൻ്റെ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ്ലി ഇതിൻ്റെ ഷോർട്ട് ആൻസറും കൂടെ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളാണ് ആക്ച്വലി ആൻസർ ഡയറക്റ്റ്ലി ചെയ്യാൻ. ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഫസ്റ്റ്. ഇവിടെ സം ARB ആണ്. ARC ആണ് വേണ്ടത്. മൈ മിസ്റ്റേക്ക്. രണ്ടിടത്തും C ആയിക്കോളേ. സം ARC റിലേഷൻഷിപ്പ് നോക്കാം. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും എന്താണ്? ഓൺലി എ ഫ്യൂ ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും എന്താണ്? ഓൺലി എ ഫ്യൂ ആണ്. സോ നമുക്ക് ഈ പറയുന്ന പോലെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും സം വെച്ചും സം നോട്ട് വെച്ചും ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യണം. സോ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വിൽ ഹാപ്പൻ. ഓക്കെ. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദെൻ ഐ ഗിവ് യു ദ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ആൻസർ ഫോർ ദിസ്. സി, ഇവിടെ ഈ കേസിൽ ഓൺലി എ ഫ്യൂവിന് പറഞ്ഞ സം എടുത്തു, അപ്പുറത്തും ഓൺലി എ ഫ്യൂവിന് പറഞ്ഞ സം എടുത്തു. രണ്ടിടത്ത് സം വെച്ചെന്ന് വിചാരിച്ചു. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. രണ്ടിടത്തും സം ആണ്. കോമൺ എലിമെൻറ്റ് B ആണ്. പക്ഷേ അതിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 കിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ് കൺക്ലൂഷൻ നമ്മൾ നോക്കുമ്പോൾ കോമൺ എലിമെൻറ്റ് മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ലെങ്കിൽ അത് ഫോൾസ് ആണ്. പോസിബിലിറ്റിയിലാണ് അത് നോ കൺക്ലൂഷൻ സിനാരിയോ ആവുന്നത്. സോ ഈ രണ്ടിടത്ത് സം ആയി കഴിഞ്ഞാൽ ആ കൺക്ലൂഷൻ ഫോൾസ് ആവും. സോ സം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സം ആയാലും ഫോൾസ് ആണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടിൽ സം നോട്ട് വെച്ച് നോക്കാം. രണ്ട് സം നോട്ട് വെച്ച് നോക്കാം. ഇവിടെ സം നോട്ട്, അതുപോലെ ഇവിടെ സം നോട്ട്. നമ്മളെ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. രണ്ട് സം നോട്ട് ആകുമ്പോൾ എന്തായി? നമ്മളെ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് പോസിറ്റീവ് ആയിരിക്കണ്ടേ? കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണ്ടേ? പക്ഷേ ഇത് രണ്ടും നെഗറ്റീവ് ആയി. സോ അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ ഫോൾ. സോ രണ്ട് സം നോട്ട് ആയാലും ഫോൾസ് ആണ്. ഇനി നമുക്ക് ഒന്ന് സം നോട്ടും ഒന്ന് സം നോട്ട് വെച്ച് നോക്കാം. മൂന്നാമത്തെ കേസ് ഒന്ന് സം, ഫസ്റ്റ് വൺ സം, രണ്ടാമത്തെ സം നോട്ട്. ഇൻ ദാറ്റ് കേസ് ഓൾസോ സെയിം സിറ്റുവേഷൻ. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഒരു നെഗറ്റീവ് വന്നു. അഗെയിൻ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ. ഇനി നാലാമത്തെ കേസ് നോക്കാം. ആദ്യത്തെ സം നോട്ട്, രണ്ടാമത്തെ സം മാത്രം. അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ ഞാൻ സം നോട്ട് വെച്ചിട്ട് അവിടെ സം വെച്ച് കഴിഞ്ഞാലും വാട്ട് ഹാപ്പൻസ് ഇസ്, എന്താ സംഭവിക്കുക? ഇവിടെ സം നോട്ട് വെച്ച് അവിടെ സം വെച്ചാലും കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് വന്നു, അത് അക്സെപ്റ്റബിൾ അല്ല. കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയിരിക്കണം. സോ അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ ഫോൾസ്. സോ ബേസിക്കലി ഇത്രയൊന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ജസ്റ്റ് എ സിമ്പിൾ അപ്രോച്ച് യു ഹാവ് ടു ഡു. സിമ്പിൾ തിങ്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണെന്ന് വിചാരിച്ചോ. ഡെഫിനറ്റ് കൺക്ലൂഷനിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഡെഫിനറ്റ്, പ്ലീസ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഇൻ കേസ് ഓഫ് ഡെഫിനറ്റ് കൺക്ലൂഷൻ ആൻഡ് ഇഫ് ദർ ഇസ് എൻ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് there are more than one only a few statement, more than one only a few statement, ഞാൻ രണ്ടോ മൂന്നോ only a few statement ഉണ്ടെങ്കിൽ in the concerned statement, then definite conclusions will always be false. ഡെഫിനറ്റ് കൺക്ലൂഷൻസ് ഏത് വന്നാലും, കാരണം ഈ കോമ്പിനേഷൻസ് എങ്ങനെ എടുത്താലും ഒരിക്കലും നമുക്ക് ട്രൂ കൺക്ലൂഷൻ കിട്ടില്ല. ഓക്കെ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ വന്നിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, എന്നൊരു കൺക്ലൂഷൻ പോസിബിലിറ്റി അല്ല, ഡെഫിനറ്റ് ആണെങ്കിൽ എല്ലാം കേസസും ഫോൾസ് മാത്രമേ വരുള്ളൂ. ഓക്കെ. ആ റിലേറ്റഡ് കൺക്ലൂഷൻസ് എപ്പോഴും ഫോൾസേ ആവുള്ളൂ. സോ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ഉണ്ട്, ദെൻ ദോസ് കൺക്ലൂഷൻ വിൽ ഓൾവേസ് ബി ഫോൾസ്. ഇവിടെ നോക്ക്, ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്,
ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ഉണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺക്ലൂഷൻ ഫാൾസ് ആണെന്ന് മാർക്ക് ചെയ്യാം. കാരണം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു, വേരിയസ് സിനാരിയോസ് എടുത്ത് നോക്കുമ്പോഴും ഏത് ഡെഫിനറ്റ് കൺക്ലൂഷൻ ആയിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ അത് കൺക്ലൂഷൻ എപ്പോഴും ഫാൾസ് 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 ആയിട്ടേ വരുള്ളൂ. സോ യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ഈച്ച് സിനാരിയോ, ദാറ്റ്സ് എ ഡോങ്കി വർക്ക്. Please trust the process. When I am saying that it's 100% accuracy, I have done it lot of questions, that's based on that I am saying this. So trust it and just solve it. Okay, so definite conclusion ആണ്, concern statement ഒന്നിൽ കൂടെ only a few ഉണ്ട്, and indirect relationship ആണ്. In that case, our definite conclusion will always be false. Yes. നേരെ തിരിച്ചാണ് പോസിബിലിറ്റി കേസസിൽ. പോസിബിലിറ്റി കേസസിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്, ഡെഫിനറ്റ് കൺക്ലൂഷൻ അല്ല, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, പോസിബിലിറ്റി കൺക്ലൂഷൻ ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ ദെൻ ആ പോസിബിലിറ്റി കൺക്ലൂഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. ഡെഫിനറ്റ് കൺക്ലൂഷൻ നമ്മൾ എന്താ പറഞ്ഞാൽ എപ്പോഴും ഫാൾസ് ആയിരിക്കും എന്നാണ്. പോസിബിലിറ്റി കൺക്ലൂഷൻസ് എപ്പോഴും ട്രൂ ആയിരിക്കും. അത് ഞാൻ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം, സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ ദിസ്. ഇവിടെ നോക്ക്, എയും ബിയും, ഇവിടെ സി ആക്കണേ, അഗെയിൻ ഇറ്റ് ഇസ് സി, മൈ മിസ്റ്റേക്ക്. എയും സിയും ഇത് പോസിബിലിറ്റി കൺക്ലൂഷൻ ആണ്. റിലേഷൻഷിപ്പ് നോക്ക്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ഉണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ഡിഫറെൻറ്റ് സിനാരിയോസ്. ഇവിടെ ഞാൻ സമ്മ വെച്ചു, ഇവിടെയും സമ്മ വെച്ചു. രണ്ടിടത്ത് സമ്മ വയ്ക്കുമ്പോൾ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ കോമൺ എലിമെൻറ്റിൻ്റെ മുകളിൽ എന്തില്ല, അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല. കോമൺ എലിമെൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ലെങ്കിൽ നോ കൺക്ലൂഷൻ സിനാരിയോ ആണ്. സോ വെൻ ഐ സേ രണ്ട് സം എടുക്കുമ്പോൾ നോ കൺക്ലൂഷൻ സിനാരിയോ, ആ പോസിബിലിറ്റി ട്രൂ ആയി. അടുത്ത് ഇവിടെയും സം നോട്ട് എടുത്തു, ഇവിടെയും സം നോട്ട് എടുത്തു. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നോ കൺക്ലൂഷൻ സിനാരിയോ ആണ്, വീണ്ടും എല്ലാ പോസിബിലിറ്റീസും ട്രൂ ആണ്. സോ സം നോട്ടും എടുത്താലും എന്താവും, രണ്ടും ആ കൺക്ലൂഷൻ പോസിബിലിറ്റി ട്രൂ ആവും. ഇനി ഇവിടെ സം എടുത്തു, അപ്പുറത്തെ സം നോട്ട് എടുത്തു. ഇൻ ദാറ്റ് കേസ് വാട്ട് ഹാപ്പൻസ്, കോമൺ എലിമെൻറ്റ് വീണ്ടും അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല, നോ കൺക്ലൂഷൻ സിനാരിയോ. അഗെയിൻ ഇവിടെ സമ്മ്, ഇവിടെ സം നോട്ട്, ദിസ് ഇസ് ഓൾസോ ട്രൂ. ഇനി ഇപ്പർ സൈഡിൽ സം നോട്ടും ഇപ്പർ സൈഡിൽ സമ്മും, നാലാമത്തെ കേസ്. സോ സം നോട്ട് ആൻഡ് സം, ആ കേസിൽ എന്താ സംഭവിക്കുക, എക്ക് സിക്ക് ഇടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ വേണം. സോ നമ്മൾ നോക്കുമ്പോൾ കോമൺ എലിമെൻറ്റ് ബി ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. യെസ്, എക്ക് സിക്ക് ഇടയിൽ വാല്യൂസ് നോക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ 50, സിയുടെ വാല്യൂ 50. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ്, നേച്ചർ ഓഫ് കൺക്ലൂഷൻ ഞാൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു റിമെമ്പർ, ഇതേപോലത്തെ ഡെഫിനറ്റ് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേച്ചർ ഓഫ് കൺക്ലൂഷൻ നോക്കും. ദാറ്റ് ഈസ് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ നെഗറ്റീവ് ഉണ്ടോ ഇല്ലേ, രണ്ട് പോസിറ്റീവ് ആണോ, അതൊക്കെ നോക്കും. സോ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തതൊന്ന് നെഗറ്റീവ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൺക്ലൂഷൻ എന്താവും, നെഗറ്റീവ് ആവും. സോ നമുക്ക് ബേസിക്കലി 50-50 നെഗറ്റീവ് ആണ് വരേണ്ടത്. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, 50-50 എന്നുള്ളത് സമ്മിന് വേണ്ടിയുള്ള നമ്പേഴ്സാണ് ആൻഡ് സം പോസിറ്റീവ് ആണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നാലാമത്തെ ഒരു നോ കൺക്ലൂഷൻസ് കേസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്പേഴ്സ് ഡു നോട്ട് മാച്ച് വിത്ത് ദ ഈ പറയുന്ന symbol. Okay, so that's why idum no conclusion case aanu, and hence this is also true. So basically simple, as I said, possibility conclusion indirect relationship aanu, possibility conclusion aanu, concern statement il onni koodal only a few undengil aa possibility conclusions directly true avum, definite aanengil directly false avum, vera onnum chindikkanilla. So this possibility is true. Ivide nokku, some a not being c is a possibility aanu, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ ഓൺലി എ ഫ്യൂ ഉണ്ട്. ഡയറക്റ്റ്ലി ഈ പോസിബിലിറ്റി ട്രൂ മാർക്ക് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. സോ സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഐ എക്സ്പ്ലെയിൻ യു ദ ലോജിക് വൈ വി ഗെറ്റ് ഇറ്റ്. പക്ഷേ എക്സാമിൽ നിങ്ങളത് ഓർന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഐ എം ടെലിംഗ് യു ദ ഷോർട്ട് കട്ട്, ജസ്റ്റ് ട്രസ്റ്റ് ഇറ്റ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വെൻ ദർ ഇസ് എൻ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഇഫ് ഇറ്റ്സ് എ ഡെഫിനറ്റ് കൺക്ലൂഷൻ ആൻഡ് ഇഫ് ദർ ആർ മോർ ദൻ വൺ ഓൺലി എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്, definite conclusion will always be false. If it's an indirect relationship, if it's a possibility conclusion and more than one only a few case, possibility conclusions will always be true. You don't have to do anything else, directly marks the answers as I am telling you. Okay, fine. So I hope so far everything is clear. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചത് ബേസ് ചെയ്തിട്ട്, ആൻഡ് ദെൻ വി വിൽ വൈൻഡ് അപ്പ് ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ള കൺസെപ്റ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് യു ഹാവ് ടു പ്രാക്ടീസ് as much as possible. ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് തന്നെ ഒരു 10-30-40 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു എ ലോട്ട് മോർ ക്ലിയറിറ്റി. നമുക്ക് ഓൺലി ഫ്യൂ മാത്രമല്ല, ഓൺലി കേസസും ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അനദർ വീഡിയോ. നിങ്ങൾക്ക് PDF ഓൺലിയുടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ദാറ്റ്. ഓൺലി എ ഫ്യൂ വേറെയാണ്, ഓൺലി വേറെയാണ്. ദാറ്റ് ഐ വിൽ ടീച്ച് സെപ്പറേറ്റ്ലി. ഓക്കെ, ഓൺലി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവും. ആസ് ഓഫ് നൗ ജസ്റ്റ് സോൾവ് ഓൺലി എ ഫ്യൂ കേസ് മാത്രം ചെയ്താൽ മതി. ലെറ്റ്സ് സോൾവ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹിയർ. ഓക്കെ, ലെറ്റ്സ് ഡീൽ വിത്ത് വൺ ബൈ വൺ.
സോ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഓൾ റിവർ ബീങ് ഓഷൻ ഇസ് എ പോസിബിലിറ്റി. സോ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. കൺക്ലൂഷൻ എന്താണ്? പോസിബിലിറ്റി ആണ്. റിവറും ഓഷനും റിലേഷൻഷിപ്പ് നോക്കാം. റിവറും ഓഷൻ നമുക്ക് എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ കണ്ടോ, റിവറും ഓഷൻ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ട്രൂ ആവും? 5 പോസിബിലിറ്റീസ് ട്രൂ ആവും നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ സം നോട്ട് ഡെഫിനറ്റിൽ. പോസിബിലിറ്റി എന്തൊക്കെയായിരുന്നു? ഓളും സം നോട്ട് റിവേഴ്സ്ഡ് മാത്രം. ഇവിടെ കിടക്കുന്ന കൺക്ലൂഷൻ പോസിബിലിറ്റി ആണ്, ഓൾ ആണ്. പക്ഷേ റിവേഴ്സ്ഡ് ആയിട്ട് വരണം. എന്തിൻ്റെ റിവേഴ്സ്ഡ്? ആ സ്റ്റേറ്റ്മെൻറ്റ് റിവേഴ്സ്ഡ്. സോ ഇവിടെ ഓർഡർ റിവറും ഓഷനുമാണ്, ഇവിടെയും ഓർഡർ റിവറും ഓഷനാണ്. സോ റിവേഴ്സ്ഡ് ആണോ? ഇല്ല. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഫോൾസ്. സോ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം 2 എലിമെൻറ്റ്സ് നോക്കി, ഓഷനും റിവറും. ആദ്യം നോക്കിയത് പോസിബിലിറ്റി ആണോ ഇല്ലേ? പോസിബിലിറ്റി ആണ്. ഡെഫിനറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് നമ്മൾ രീതിയിൽ ചെയ്യും. സോ പോസിബിലിറ്റി ആണ്. റിവറും ഓഷൻ തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് നോക്കി. സോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. 5 കൺക്ലൂഷൻ ട്രൂ ആവുള്ളൂ. ആ 5 ഏതെങ്കിലും ഒന്നാണോ ഇത് നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ അത് ഡെഫിനറ്റ്ലി അല്ല. ഇതിപ്പം ഓൾ ഓഷൻ ബീങ് റിവർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ട്രൂ ആണ്. ഓൾ വരും, പക്ഷേ റിവേഴ്സിലുള്ള പോസിബിലിറ്റി ട്രൂ ആവുള്ളൂ. ഇതിൻ്റെ റിവേഴ്സിൽ മാത്രമേ അത് വരുള്ളൂ. ഓക്കെ. ഇനി രണ്ടാമത്തത്, സം ലേക്ക് ബീങ് ഓഷൻ ഇസ് എ പോസിബിലിറ്റി. സോ നമുക്ക് നോക്കാം. കൺക്ലൂഷൻ പോസിബിലിറ്റി ആണെന്ന കാര്യം ഓർമ്മ വേണം. ലേക്കും ഓഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ലേക്കും ഓഷനും. സോ വെൻ വി ടോക്ക് അബൌട്ട് ലേക്ക് ആൻഡ് ഓഷൻ, ഓക്കെ, ഓഷൻ ഇവിടെ കിടപ്പുണ്ട്, ലേക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് നമുക്ക് കണക്ട് ചെയ്ത് വരാൻ വേണ്ടി ഈ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ട ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഓൺലി എ ഫ്യൂ ആണോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നോർമലി സോൾവ് ചെയ്യുന്ന നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം. ലേക്കും ഓഷനിടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണമെങ്കിൽ, സോ ലെറ്റ്സ് സേ ലേക്ക് ഇവിടെ ഉണ്ട്, ഓഷൻ നമുക്കറിയാം. കണക്ട് ചെയ്യാൻ വേണ്ടി പോണ്ട് കോമൺ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. സി കോമൺ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. ഓഷൻ്റെ വാല്യൂ 50 ആണ്, ലേക്കിൻ്റെ വാല്യൂ 50 ആണ്. ഓക്കെ. ഇനി ഇതിലൊരു നെഗറ്റീവ് ഉണ്ട്. സോ നേച്ചർ ഓഫ് കൺക്ലൂഷൻ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിൽ 50-50 വരുന്നത് നോ കൺക്ലൂഷൻ സിനാരിയോ ആണ്. നോ കൺക്ലൂഷൻ ആകുമ്പോൾ നമുക്ക് ആൻസർ എന്താവും? എല്ലാ പോസിബിലിറ്റീസും ട്രൂ ആണ്. ഹെൻസ് ദിസ് പോസിബിലിറ്റി ഈസ് ട്രൂ. ഓക്കെ. അടുത്ത് സം പോണ്ട് ഇസ് ലേക്ക്. പോണ്ട് ലേക്ക് നമുക്ക് നോക്കാം. ഇത് ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്. പോണ്ട് ലേക്ക് റിലേഷൻഷിപ്പ് എന്താണ്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ആ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഇല്ല. സോ നമുക്ക് നോർമലി സോൾവ് ചെയ്യണ പോലെ ചെയ്യാം. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് 2 പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഓൾസോ ഫോൾസ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓൺലി 2 എന്നുള്ളതാണ്. ഓക്കെ. ഐ ഹോപ്പ് മൈ പോയിന്റ് ഇസ് ക്ലിയർ. സോ ഓൺലി എ ഫ്യൂ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ മാത്രമേ നമുക്കത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോർമലി പഠിച്ചത് തന്നെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റനിൽ മാത്രമേ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി എ ഫ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. നോ ഓറഞ്ച് ഇസ് വെജിറ്റബിൾ. സോ ഇത് ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്. ഓറഞ്ചും വെജിറ്റബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ വെൻ വി ടോക്ക് അബൌട്ട് ഇറ്റ്, റിലേഷൻഷിപ്പ് എന്താണ്? ഡെഫിനറ്റ്ലി ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓറഞ്ച് ഇവിടെ കിടപ്പുണ്ട്, വെജിറ്റബിൾ ഇവിടെ കിടപ്പുണ്ട്. ആൻഡ് നമ്മളെ കൺസേൺ സ്റ്റേറ്റ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വരാൻ പറ്റും. യെസ്, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഒരു പ്രാവശ്യമുണ്ട്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ട്? ഓൺലി എ ഫ്യൂ ഒരു പ്രാവശ്യമുണ്ട്. ആൻഡ് ഇഫ് യു റിമെമ്പർ, ഞാൻ പറഞ്ഞ ഒരു കാര്യം, കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കൺക്ലൂഷൻ ഡെഫിനറ്റ് അല്ലേ? അപ്പോൾ ഓൺലി എ ഫ്യൂക്ക് പകരം സമ്മ് അല്ലെങ്കിൽ സം നോട്ട് യൂസ് ചെയ്യുക. ഡെഫിനറ്റ് ആകുമ്പോൾ സമ്മ് വെച്ചോ സം നോട്ട് വെച്ചോ ഏതെങ്കിലും വെച്ച് കിട്ടിയാൽ മതി, ആൻസർ ട്രൂ ആവും. സോ നമുക്ക് ആദ്യം ഇവിടെ സമ്മ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സമ്മ് വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ ട്രൂ ആവോ ഇല്ലേ നോക്കാം. സോ ലെറ്റ്സ് സി. സമ്മ് വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കിപ്പം കണക്ട് ചെയ്യുമ്പോൾ മാംഗോ കോമണേറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നെഗറ്റീവ് ഉണ്ട്. ഇവിടെ ഗ്രേപ്പ് കോമൺ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. ഇൻകം എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ വെജിറ്റബിളിൻ്റെ ഇൻകം ഇവിടെ 50 ആണ്, കാരണം അത് സം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്, 50 ആണ്. ആൻഡ് ഇവിടെ വെജിറ്റബിളിൻ്റെ ഇൻകം എന്താണ്? എക്സ്പെൻഡിച്ചർ എന്താണ്? 100 ആണ്. സോ ദാറ്റ് ഈസ് ഫോൾസ്. ഇൻകമിനേക്കാളും എക്സ്പെൻഡിച്ചർ കൂടാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് സം നോട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സം നോട്ട് വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം പറ്റുന്നത്? കൺക്ലൂഷൻ നെഗറ്റീവ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് പാടുള്ളൂ. അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. നോ മാംഗോ ഇസ് ഗ്രേപ്പ് ഓൾറെഡി കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലി എ ഫ്യൂവിനെ സം നോട്ട് ആക്കുമ്പോൾ അടുത്ത നെഗറ്റീവ് കൂടെ വരും. ആൻഡ് നമ്മൾ ഡെഫിനറ്റ് കൺക്ലൂഷനിൽ പഠിച്ചതാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്താവും? ആ കൺക്ലൂഷൻ ഫോൾസ് ആണ്. സോ ബേസിക്കലി സമ്മ് വെച്ച് ട്രൈ ചെയ്തപ്പോൾ ഇത് ഫോൾസ് തന്നെയാണ്, സം നോട്ട് വെച്ച് ട്രൈ ചെയ്തപ്പോഴും ഫോൾസ് തന്നെയാണ്. സോ ഈ കൺക്ലൂഷൻ 100% ഫോൾസ് ആണ്. ഇതിൽ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ ഇല്ല. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സം ഫ്രൂട്ട് ഈസ് മാംഗോ. ഫ്രൂട്ടും മാംഗോ കണക്ട് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വേണം നോക്കുക. ഇഫ് യു വോണ്ട് ടു കണക്ട് ഫ്രൂട്ട് ആൻഡ് മാംഗോ, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വേണം? ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് വേണം. നേരത്തെ ഞാൻ പഠിപ്പിച്ച ലോജിക് ഓർമ്മ ഉണ്ടോ? ശരിയാണ്, ഈ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ട്. യെസ്, നമുക്കതിന് സമ്മോ വെച്ച് റിപ്ലേസ് ചെക്ക് ചെയ്യാം. ബട്ട് ഞാനൊരു സിമ്പിൾ ലോജിക് പറയാം. ഇത് കൺക്ലൂഷൻ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് കൺക്ലൂഷൻ ആയിരിക്കുമ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് 2 പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഓൾറെഡി ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ്. നമ്മൾ അവിടെ എന്ത് മാറ്റം വരുത്തിയാലും ആ നെഗറ്റീവ് മാറില്ലല്ലോ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമുണ്ടോ?
ഇവിടെ നമ്മൾ സം വെച്ചാലും സം നോട്ട് വെച്ചാലും ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് ടു ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് വിൽ സ്റ്റേ നെഗറ്റീവ്. ആൻഡ് നമ്മളെ കൺസേൺ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയാലും നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി നമ്മൾ സം വെച്ച് സം നോട്ട് വെച്ച് ട്രൈ ചെയ്തിട്ട് സമയം വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. ഇവിടെ നെഗറ്റീവ് കിടക്കുന്നുണ്ട്, അവിടെ വെച്ച് തന്നെ ഈ കൺക്ലൂഷൻ ഫോൾസ് ആയി. യു കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓൾ വെജിറ്റബിൾ ബീങ് ഗ്രേപ്പ് ഈസ് എ പോസിബിലിറ്റി. സോ വെജിറ്റബിളും ഗ്രേപ്പും എന്താണ്? ഇത് പോസിബിലിറ്റി കേസാണ്. റിലേഷൻഷിപ്പ് വെജിറ്റബിളും ഗ്രേപ്പും. വെജിറ്റബിളും ഗ്രേപ്പും റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. മാംഗോ കോമൺ ഉണ്ട്, അതിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഒരു പ്രാവശ്യം ഉണ്ട്. ആൻഡ് ഇഫ് യു റിമെമ്പർ പോസിബിലിറ്റി കൺക്ലൂഷൻ ആണിത്. പോസിബിലിറ്റി കൺക്ലൂഷൻ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യണത്? സം വെച്ച് ട്രൈ ചെയ്യും, സം നോട്ട് വെച്ച് ട്രൈ ചെയ്യും. രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആ കൺക്ലൂഷൻ ട്രൂ ആവുള്ളൂ. സോ നമുക്ക് സം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം. ഇവിടെ സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എന്ത് ഡെഫിനറ്റ് കൺക്ലൂഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? സോ നമുക്ക് നമുക്ക് എന്താ കിട്ടും? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനറ്റ് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് സം വെജിറ്റബിൾസ് ആർ നോട്ട് ഗ്രേപ്സ് എന്ന് കിട്ടും. സം നോട്ട് കിട്ടും. സം നോട്ട് കിട്ടുമ്പോൾ നമുക്ക് ഓളും സം നോട്ടും പോസിബിലിറ്റി ട്രൂ ആവും. ഓക്കെ, എന്നിട്ട് സമ്മും നോയും പോസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവും. ഓൾ സം നോട്ട് എന്താണ്? റിവേഴ്സിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. ഇത് കിടക്കുന്ന എന്താണ്? ഓളാണ്. പക്ഷേ റിവേഴ്സ്ഡ് ആണോ? ഇവിടെ കിട്ടിക്കുന്ന വെജിറ്റബിൾ ഗ്രേപ്സ് ആണ്. ഇവിടുത്തെ ഓർഡർ എന്താണ്? വെജിറ്റബിൾ ഗ്രേപ്സ് ആണ്. സോ സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ ഈ കൺക്ലൂഷൻ ഫോൾസ് ആവുകയാണ്. ഇനി സം നോട്ട് വെച്ച് ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ എന്താ പറഞ്ഞത്? ഈ പറയുന്ന പോസിബിലിറ്റി കേസസിൽ നമ്മൾ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ടെങ്കിൽ സം വെച്ച് ട്രൂ ആവണം, സം നോട്ട് വെച്ച് ട്രൂ ആവണം. സം വെച്ച് ഓൾറെഡി ഫോൾസ് ആയി, പിന്നെ സം നോട്ട് വെച്ച് ട്രൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം അത് ട്രൂ ആവത്തില്ല, രണ്ടും ട്രൂ ആയാലേ പറ്റുള്ളൂ. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഫോൾസ്. സോ ഹിയർ ആൻസർ ഈസ് നൺ ഓഫ് ദി above. Okay, I hope my point is very clear to all of you. Let's see another question. All red being blue is a possibility. So possibility case ആണ്. റെഡും ബ്ലൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. റെഡും ബ്ലൂവും നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഓക്കെ, പോസിബിലിറ്റി കേസാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓൺലി എ ഫ്യൂ ഉണ്ട്. സോ നമ്മൾ സം വെച്ച് സം നോട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, സോ ആദ്യം ഇവിടെ സം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് കൺക്ലൂഷൻ എന്താണ് കിട്ടുന്നത്? സം റെഡ് ആർ നോട്ട് ബ്ലൂ എന്നാണ് കിട്ടുന്നത്. Some red are not blue. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് സം നോട്ട് വരുമ്പോൾ നമുക്ക് ഓളും സം നോട്ടും എന്നുള്ള പോസിബിലിറ്റി കിട്ടും. ഇത് ഓളാണ്, പക്ഷേ അതിൻ്റെ റിവേഴ്സ് മാത്രമേ പറ്റുള്ളൂ. അവിടെ അതിൻ്റെ റിവേഴ്സ് വരണമെങ്കിൽ ഇവിടെ ബ്ലൂ ആദ്യം വരണമായിരുന്നു, പക്ഷേ അങ്ങനെ അല്ല, ഇത് സെയിം ഓർഡറിലാണ്. സോ സം വെച്ച് നോക്കുമ്പോൾ ഈ പോസിബിലിറ്റി ട്രൂ ആണ്. ഇനി സം നോട്ട് വെച്ച് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആ പോസിബിലിറ്റി ട്രൂ ആവത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോൾസ്. അടുത്ത് പിങ്ക് ബീങ് ബ്ലൂ ഇസ് എ പോസിബിലിറ്റി. പിങ്കും ബ്ലൂവും കണക്ട് ചെയ്യാൻ ഏതൊക്കെ വേണം? ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിങ്കും ബ്ലൂ കണക്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും വേണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സം വെച്ച് റിപ്ലേസ് ചെയ്ത് നോക്കാം. സം വെച്ച് നോക്കുമ്പോൾ എന്താണ്? പിങ്കും ബ്ലൂവിന് ഇടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ നോക്കുമ്പോൾ ഗ്രീനിൻ്റെ കോമൺ എലിമെൻറ്റ് ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല. അപ്പോൾ നോ കൺക്ലൂഷൻ കേസാണ്. സം വെച്ച് ട്രൂ ആവും. ഓക്കെ, പിങ്കും ബ്ലൂവും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഗ്രീന് കോമൺ ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല സം വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ എന്താണ്? നോ കൺക്ലൂഷൻ കേസാണ്. സം വെച്ച് ട്രൂ ആണ്. ഇനി സം നോട്ട് വെച്ചും ട്രൂ ആവണം. സം നോട്ട് വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഹിയർ. ബ്ലൂ, പിങ്ക്. ഓക്കെ, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് അറിയാം. ഗ്രീൻ കോമൺ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഇപ്പം വന്നു. ഇനി വാല്യൂസ്, ബ്ലൂയുടെ വാല്യൂ 50 ആണ്, പിങ്കിൻ്റെ വാല്യൂ 50 ആണ്. നേച്ചർ ഓഫ് കൺക്ലൂഷൻ, ഇപ്പോൾ ഇത് സം നോട്ട് ആയതുകൊണ്ട് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവിൽ 50-50 വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷൻ കിട്ടില്ല. അപ്പോൾ അത് നോ കൺക്ലൂഷൻ സിനാരിയോ ആണ്. നോ കൺക്ലൂഷൻ വരുമ്പോൾ എന്താണ്? വീണ്ടും പോസിബിലിറ്റി ട്രൂ ആവും. സോ ബേസിക്കലി സം വെച്ച് നോക്കുമ്പോഴും സം നോട്ട് വെച്ച് നോക്കുമ്പോഴും ഈ കൺക്ലൂഷൻ എന്താവുന്നുണ്ട്? ട്രൂ ആവുന്നുണ്ട്. ഐ ഹോപ്പ് മൈ പോയിന്റ് ഇസ് ക്ലിയർ. അടുത്ത് സം യെല്ലോ ഈസ് പിങ്ക്. യെല്ലോ പിങ്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ വേണം. Let's talk about that. യെല്ലോ പിങ്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് വി വിൽ നീഡ് ഓൾ ദിസ് 3, റൈറ്റ്? ഓക്കെ, ഇങ്ങനെ ബ്ലൂ ഇങ്ങനെ കണക്ട് ചെയ്ത് യു ഹാവ് ടു കം ദിസ് വേ. അപ്പോൾ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എന്തുണ്ട്? ഓൺലി എ ഫ്യൂ ഉണ്ട്. ബട്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്കിതൊക്കെ ചെയ്യേണ്ട മെനക്കെടേണ്ട ആവശ്യമുണ്ടോ? ഈ കൺക്ലൂഷൻ പോസിറ്റീവ് അല്ലേ? ഡെഫിനറ്റ് കൺക്ലൂഷൻ അല്ലേ? കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നും പോസിറ്റീവ് ആയിരുന്നാലല്ലേ പറ്റുള്ളൂ. ഈ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? നെഗറ്റീവ് അല്ലേ? നമ്മളിവിടെ നടുക്ക് എന്ത് മാറ്റം വരുത്തിയാലും ആ നെഗറ്റീവ് മാറില്ലല്ലോ, ഇല്ല. സോ ബേസിക്കലി അവിടെ ഒന്നും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മളെ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ്, ഈ മൂന്നും കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇത് ഓൾറെഡി ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞു. പോസിബിലിറ്റി കേസ് അല്ല, ഇത് ഡെഫിനറ്റ് കൺക്ലൂഷനാണ്. ഡെഫിനറ്റ് കൺക്ലൂഷനിൽ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഫോൾസ്. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഈസ് ഓൺലി 2 ഈസ് ട്രൂ. I hope my point is very, very clear. Okay, let's try one more question. Okay, some girl is not boy is a possibility. So some girl not boy is a possibility. Possibility ആണ്. ഗേളും ബോയും റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇതാ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക്
5 കൺക്ലൂഷൻസ് കിട്ടുള്ളൂ. സം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, സം നോട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പോസിബിലിറ്റിയിൽ ഓളും സം നോട്ട് റിവേഴ്സ്ഡ് കിട്ടും. ഇത് സം നോട്ട് ആണ്, റിവേഴ്സ്ഡ് ആണോ ഇല്ലേ? ഇവിടെ ഓർഡർ ബോയും ഗേളും ആണ്, ഇവിടെ ഓർഡർ ഗേളും ബോയും ആണ്, റിവേഴ്സ്ഡ് ആണ്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ. ഓക്കെ, അടുത്ത് സം വുമൻ ഈസ് നോട്ട് മാൻ. വുമനും മാനും ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണോ നോക്കാം നമുക്ക്. അല്ല, ഇതുണ്ടോ, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻ കിട്ടും? സമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഡെഫിനറ്റ്ലി സമ്മും സം നോട്ടേ ഉള്ളൂ. സം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും, സം നോട്ട് ആണെങ്കിൽ എക്സാക്ട് അവിടുത്തെ ഓർഡർ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സം നോട്ടാണ്, ഇത് ഡെഫിനറ്റ് ആണ്. പക്ഷേ ഈ സെയിം ഓർഡറിൽ വരണമായിരുന്നു. നമുക്ക് ഇവിടെ എന്താണ് ഡെഫിനറ്റ് കൺക്ലൂഷൻ കിട്ടുക? സം മാൻ ഈസ് വുമൻ എന്ന് കിട്ടുമായിരുന്നു. അതേപോലെ നേരെ തിരിച്ചും കിട്ടുമായിരുന്നു. അതേപോലെ സം മാൻ ആർ നോട്ട് വുമൻ എന്നും കിട്ടുമായിരുന്നു. അതായിരുന്നെങ്കിൽ ട്രൂ ആയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കിടക്കുന്നത്. സം വുമൻ ആർ നോട്ട് മാൻ. സം നോട്ട് റിവേഴ്സ്ഡ് പോസിബിലിറ്റി മാത്രമേ ട്രൂ ആവുള്ളൂ, ഡെഫിനറ്റ്ലി ട്രൂ ആവില്ല. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ഫാൾസ്. ഇനി സം കിഡ് ബീയിങ് ഗേൾ ഈസ് എ പോസിബിലിറ്റി. പോസിബിലിറ്റിയാണ് കിഡും ഗേളും കണക്ട് ചെയ്യാൻ നോക്കുക. കിഡും ഗേളും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ ഡയറക്റ്റ്ലി അത് തമ്മിൽ കോമൺ എലിമെൻ്റ് ഇല്ല. സോ ഇതെല്ലാം കണക്ട് ചെയ്ത് ഇങ്ങനെ വരേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി എ ഫ്യൂ ഉണ്ട്. സോ നമുക്ക് ആ ഓൺലി എ ഫ്യൂനെ സം വെച്ച് ട്രൈ ചെയ്യണം, സം നോട്ട് വെച്ച് ട്രൈ ചെയ്യണം. 2 ട്രൂ ആയാലേ പറ്റുള്ളൂ. സോ സം വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ 2 കോമൺ എലിമെൻറ്റിൽ 50-50 ആവും. ഓക്കെ, സോ നോ കൺക്ലൂഷൻ സിനാരിയോ ആവും. ഇവിടെ കണക്ട് ചെയ്ത് വരുമ്പോൾ കോമൺ എലിമെൻറ്റ് മാൻ 50 ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ല. സോ നോ കൺക്ലൂഷൻ സിനാരിയോ, സം വെച്ച് ട്രൂ ആവും. ഇനി സം നോട്ട് വെച്ച് ട്രൈ ചെയ്താലും അതേ സംഭവം തന്നെയാണ്. കോമൺ എലിമെൻറ്റിൻ്റെ മുകളിൽ 50-50 നോ കൺക്ലൂഷൻ. അതല്ലെങ്കിലും കൺസേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് വരും, അത് നോ കൺക്ലൂഷൻ. സോ ബേസിക്കലി 2 രീതിയിലും സം വെച്ച് സം നോട്ട് രീതി വെച്ചെന്താണ് ഇത് ട്രൂ ആവും. സോ ഈ മൂന്നാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ബോത്ത് 1 and 3 follows. Our answer is both 1 and 3 follows. Okay. So I have discussed every aspect of only a few case. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റൻസ് നോക്കിയിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ ക്വസ്റ്റൻസ് that are there in the app, solve them, and if you don't get the answer, please let me know. I'll help you out with that. Okay. So I hope this topic is clear to all of you. And ഇപ്പം കണ്ടിന്യൂസ്ലി ബാങ്കിൻ്റെ എക്സാംസിൽ ഈ ഓൺലി എ ഫ്യൂ ക്വസ്റ്റൻസ് ഡയറക്റ്റ്ലി ചോദിക്കുന്നുണ്ട്. So it will help you a lot. Please make sure thoroughly പഠിക്കുക. Okay. So thank you all of you. Have a great day. Bye bye.